പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ലോക ക്രൈസ്തവർ മുഴുവൻ ഈ ഒരാഴ്ച യേശുക്രിസ്തുവിനെ ധ്യാനിച്ച് കഴിയുന്നവരാണ്. അതിന്റെ പ്രധാന ഉദ്ദേശം തങ്ങളുടെ ഫെയ്ത്ത് ഒരുപാട് കുരിശിനെ അടിസ്ഥാനമാക്കി യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടുകൂടി ഈ ആഴ്ച മുഴുവൻ ദുഃഖ ആഴ്ച എന്ന് പറയുക, ദുഃഖ വെള്ളിയാഴ്ചയുടെ മഹാത്മ്യം ഫോക്കസ് ചെയ്യുക. ഇതെല്ലാം ഈ സന്ദർഭത്തിൽ ക്രിസ്ത്യാനികളിടയിൽ വളരെയധികം ഉത്തേജനവും ആവേശവും ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ കൂടി നാം കടന്നുപോകുമ്പോൾ ദുഃഖ വെള്ളിയാഴ്ച ഏറ്റവും അടുത്തിരിക്കുന്ന ദിവസമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം വരെ ഒരുപക്ഷെ കൊലയാളികൾക്കും കുറ്റക്കാർക്കും ഭയാനകമായ ചിഹ്നമായിരുന്നു കുരിശ്. ആക്ഷേപിക്കപ്പെടുകയും അപഹസിക്കപ്പെടുകയും ചെയ്യുന്ന രൂപമായിരുന്നു കുരിശെങ്കിൽ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടുകൂടി ക്രിസ്തുവിന്റെ കുരിശ് എന്തെന്നില്ലാത്ത മലമേൽ ശോഭിക്കുന്ന ശക്തിയായി മാറി. കർത്താവായ യേശു ക്രിസ്തു കുരിശ് തൂക്കി മരിച്ചതോടെ തന്നിൽ ആശ്രയിക്കുന്ന മുഴുവൻ ആളുകളുടെ ആശ്വാസവും ലക്ഷ്യവും യേശു ക്രിസ്തുവിൽ കുരിശിന്റെ അടുത്തേക്ക് നീങ്ങുക എന്നുള്ളത്. കുരിശിന്റെ പാർശ്വങ്ങൾ വഹിച്ചുകൊണ്ട് കുരിശ് മരണത്തിൽ വിധിക്കപ്പെട്ടവർ പോകുന്ന കാഴ്ച ആർക്കും താങ്ങാനാവുന്നതേ ആയിരുന്നില്ല. യോഹന്നാൻ മംദാനയുടെ അറസ്റ്റ് മുതൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ ഒരു ചലഞ്ചായി മാത്രമേ അതിനെ കാണുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓടും തന്റെ രാജ്യത്തോടും മമത കാണിക്കുന്നത് ജീവൻ നഷ്ടപ്പെടാൻ ഇടയാകുമെന്ന സാഹചര്യമുണ്ടായതോടെ സംഗതികൾ ആകെ മാറ്റപ്പെട്ടു. ആൾക്കൂട്ടത്തിൽ നാം തോറ്റപ്പോൾ, തിക്കിൽപ്പെട്ടപ്പോൾ വീണ്ടും ലഭിച്ച സൗഖ്യം, ദിവ്യസ്നേഹം, സ്വയം നമുക്ക് വീണ്ടെടുപ്പിന് സാഹചര്യങ്ങൾ ഓർത്ത് എത്രമാത്രം നാം അത്ഭുതപ്പെടുന്നുണ്ട്. ചുറ്റികയും ആണിയുമായി കാത്തുനിന്നവരുടെ അവസാനം അങ്കിക്ക് എത്രയോ അധികം മത്സരിക്കുന്ന ആളുകൾ. അതുമല്ലേ ഒരു നന്മയും ആർക്കും ചെയ്യാത്തവരുടെ അങ്കിക്കായുള്ള താല്പര്യം എത്ര വർദ്ധിച്ചിട്ടുള്ള കാലമാണിത്. ഈ പടയാളികളെ പോലെ നമ്മളും ഭാഗ്യപരീക്ഷണത്തിന് ആഗ്രഹിക്കുന്ന മനുഷ്യരല്ലേ? നമ്മുടെ സ്വാഭാവിക ശൈലി അതല്ലേ? ആണിയും ചുറ്റികയുമായി നിന്നിരുന്ന അവസാനം ക്രിസ്തുവിനെ വിദ്വേഷിച്ച ഒറ്റയ്ക്ക് അങ്കിയുമായി ഗോകുൽത്തായിൽ നിന്ന് ഇറങ്ങിയ ഉച്ച കഴിഞ്ഞ് തലയോട്ടിടമെന്ന് പറയുന്ന സ്ഥലത്തേക്ക് ജീവിതവുമായി പോയ മനുഷ്യൻ തന്റെ ജീവിതം വിട്ടുപിരിയുന്നതിന് മുമ്പ് ഗോകുൽത്തായുടെ സ്റ്റെപ്പ് താഴെ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ പടയാളികൾ ചെയ്തത് എന്താണ്? തന്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുകയും ഒരാൾ അവസാനം ഇത് നമ്മൾ കീറേണ്ട ആവശ്യമില്ല, ഇത് നമ്മൾ ഒരാൾക്ക് ഏറ്റെടുത്തുകൊണ്ട് കീറാതെ തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പടയാളികളിൽ ആണിയുമായി കുരിശിക്കാൻ ധൈര്യമായി നിന്ന മനുഷ്യൻ തന്റെ അങ്കിയുമായി താഴെ ഇറങ്ങിയ വീട്ടിൽ പോയ മനുഷ്യൻ. ഇത് തന്നെ ഇന്ന് നമ്മുടെ സഭയിലോ നമ്മുടെ സമൂഹത്തിലോ ക്രിസ്തീയ ആനികളുടെ ഇടയിലോ എത്ര വിവരമാണ്. ഒന്നും ചെയ്യാതെ കൈ നോക്കി നിൽക്കുന്നവൻ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ മനോഹരതയും ശക്തിയും പറഞ്ഞുകൊണ്ട് പരിശുദ്ധനും ഭാവിയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സമൂഹം ഏറെ നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നുണ്ട്. അങ്കിയുടെ മഹാത്മ്യം എന്താണെന്ന് തിരിച്ചറിയാത്ത ആളുകൾ യേശു ക്രിസ്തു അങ്കി ധരിച്ചതുകൊണ്ട് മാത്രമാണോ തന്റെ ഏറ്റവും കൂടിയ ഇടയത്വ ശ്രേഷ്ഠത വഹിച്ചത്? യേശു ക്രിസ്തു അങ്കി മാത്രമല്ല, ആ അങ്കിയുടെ ഉള്ളിൽ നിൽക്കുന്ന മനുഷ്യന്റെ ശക്തിയാണ് എന്ന് തിരിച്ചറിയിച്ച മനുഷ്യൻ. അങ്കി താൻ തന്നെ നെയ്തെടുത്തതായിരുന്നു. തന്റെ കൈകൊണ്ട് താൻ നെയ്തെടുത്ത അങ്കി തന്നെയാണ് താൻ ധരിച്ചിരുന്നത്. താൻ സുവിശേഷത്തിനും മല കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം ആ അങ്കി ധരിച്ചുകൊണ്ടായിരുന്നു. തന്റെ അങ്കി അതിന്റെ ശക്തി നൽകിയത് തന്റെ ഉള്ളിലുള്ള ജീവിതത്തിന്റെ ശക്തി കൊണ്ട് മാത്രം മഹാത്മ്യം തിരിച്ചറിയിക്കുന്നതായിരുന്നു. അല്ലാതെ ഒരു സാധാരണക്കാരൻ ഭാരമെടുക്കാൻ കഴിവില്ലാത്തവൻ, മുന്നോട്ട് വരാൻ കഴിവില്ലാത്തവൻ, ഏറ്റവും പുറകിൽ നിന്നുകൊണ്ട് മുമ്പിൽ നിൽക്കുന്നവരെ തള്ളി മാറ്റിക്കൊണ്ട് ആ സ്ഥാനം കരസ്ഥമാക്കി തീർക്കുവാൻ അവന്റെ അങ്കി ധരിച്ചാൽ ശക്തി കിട്ടുമെന്ന് ധരിക്കുന്ന ആളുകൾ യേശു ക്രിസ്തുവിന്റെ കുരിശ് തൂക്കിയത് കൊണ്ട് മാത്രം ക്രിസ്ത്യാനിയായി തീരുന്നില്ല.
അവന്റെ വേദനയും അവന്റെ കഷ്ടതയും അവന്റെ നേതൃത്വത്തിന്റെ പാഠവുമാണ് തന്നെ ശക്തിപ്പെടുത്തുന്നത്. ക്രിസ്ത്യാനി ഇന്ന് എല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ കാണേണ്ടത് എന്താണ്? ത്യാഗത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. കള്ളൻ തന്നെ തന്റെ കൂടെ സർവ്വസാധാരണ നടന്ന മനുഷ്യൻ, അവൻ ഇൻസ്റ്റന്റ് സാൽവേഷന് വിധേയമായ മനുഷ്യൻ. ഇന്ന് നീ എന്നോടുകൂടി ദൈവത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യൻ, തന്റെ ഉള്ളും മുഴുവൻ കാർന്നെടുത്ത കള്ളന്റെ ഹൃദയം തന്നിലേക്ക് വന്ന് താൻ അവനോട് ഒട്ടും തന്നെ താമസമില്ലാതെ ഇങ്ങോട്ട് പറഞ്ഞ നിമിഷം മുതൽ തന്നെ നീ ഇന്നു മുതൽ എന്നോട് കൂടെ സ്വർഗത്തിലിരിക്കും. അതുപോലെ തന്നെ വീണ്ടും നാം കാണുന്നില്ല സെഞ്ചൂറിയൻ, പ്രധാനമായി ദുഃഖവെള്ളിയാഴ്ച നാം ഓർക്കുമ്പോൾ ശതാധിപൻ, അവനും അത് തന്നെ സാൽവേഷൻ ബൈ ഒബ്സർവേഷൻ. ഒബ്സർവ് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനെ പഠിക്കാൻ, ഒരാളെ കണ്ടുകൊണ്ട് ഏത് മനുഷ്യനാണെന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ശക്തി. സാൽവേഷൻ, രക്ഷ, സാവകാശം ചിന്തിച്ചുകൊണ്ട് പരിചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് കരസ്ഥമാക്കുന്ന ഒരുപാട് ശക്തി. സെഞ്ചൂറിയൻ കൊല്ലും കൊലയും അതുപോലെ തന്നെ ആളുകളെ തൂക്കുന്ന നടപടികളും മാത്രമായി ജീവിച്ച മനുഷ്യൻ ക്രിസ്തുവിന്റെ വായിൽ നിന്ന് വരുന്ന അവസാനത്തെ ശബ്ദം കേട്ടുകൊണ്ട് ഇവരോ എന്താണ് ചെയ്തതെന്ന് അറിയാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് യാചിച്ച ക്രിസ്തുവിന്റെ ആ ശക്തി വളരെയധികം കൊല്ലാൻ കുരിശിൽ കയറ്റുന്നതുവരെ കണ്ടുനിന്ന മനുഷ്യൻ അവസാനം ഒരു മനുഷ്യന്റെ വായിൽ നിന്നും കേട്ടിട്ടില്ലാത്ത കരുണയെയും ആർദ്രതയുടെയും കണ്ണുനീരിൽ പെട്ടെന്ന് അങ്ങയുടെ രാജ്യത്തിൽ എന്നെയും ഓർക്കണം എന്ന് മാത്രമല്ല, ട്രൂലി ഹി വാസ് ജീസസ്. സത്യമായും അവൻ ക്രിസ്തുവാകുന്നു. ഒബ്സർവേഷൻ, സാൽവേഷൻ, നമ്മുടെ മുഴുവൻ രക്ഷ നമ്മുടെ ജീവിതത്തിൽ സ്വർവം ഒബ്സർവ് ചെയ്യുകയും മറ്റുള്ളവരെ കാണുകയും ചെയ്യുന്നതോടെ ശക്തിപ്പെടുന്നു. വീണ്ടും ദുഃഖവെള്ളിയാഴ്ചത്തെ ഒരു പ്രഥമമായ ഭാഗമാണ് സാൽവേഷൻ. ബാർബാറാസ് തന്റെ വിലാപവും ജയിലിൽ കിടന്ന കുറ്റവാളി അവന്റെ ഒപ്പം തന്നെ പുറമെ നിന്ന് ആളുകൾ ആർത്തു വിളിച്ചുകൊണ്ട് ഇവനെ തൂക്കുക എന്ന് പറയുകയും ജയിലിൽ കിടക്കുന്ന മനുഷ്യനെ, കുറ്റമില്ലാത്ത മനുഷ്യനെ കുറ്റം ഉള്ളവനാക്കി തീർത്ത് അകത്ത് കയറ്റി അകത്ത് കിടക്കുന്ന മനുഷ്യൻ പുറത്തിറങ്ങുകയും അനേക ആളുകളുടെ പാപത്തിന് വേണ്ടി ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു കുരിശ് തൂക്കി മരിച്ച കഥയും. സാൽവേഷൻ ബൈ ഒബ്സർവേഷൻ, സാൽവേഷൻ ബൈ ഇൻസ്റ്റന്റ്, സാൽവേഷൻ ബൈ മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് യേശു ക്രിസ്തു ഏറ്റെടുത്ത രക്ഷാദാനം. നമ്മളെല്ലാവരും അകത്ത് കിടക്കുന്ന ആളുകൾ പുറത്തിറങ്ങുകയും നമുക്കെല്ലാവർക്കും വേണ്ടി കുരിശിക്കപ്പെടുകയും ചെയ്ത യേശു ക്രിസ്തുവിന്റെ പരമസ്നേഹം, ഇതെല്ലാം ഇതിന്റെ മാർഗമായിരിക്കെ കുരിശ് ഇന്നും എന്നും എക്കാലത്തും സത്യത്തിനു വേണ്ടി നിൽക്കുന്ന നിഴലായി ക്രിസ്തുമസ് കഴിഞ്ഞ കാലം മുതലേ നാം ധ്യാനിക്കുന്ന ക്രൂശുമരണത്തിന്റെ അവസാനത്തെ സംഗമം നാം ഓർത്ത് ധ്യാനിക്കുക മാത്രം. യേശു ക്രിസ്തുവിനെ വിസ്തരിക്കാൻ തുടങ്ങുന്ന സമയം മുതലേ തന്റെ മരണത്തിനു വേണ്ടി വളരെ ചുരുങ്ങിയ സമയമേ ഏറ്റെടുക്കുന്നുള്ളൂ. ഓരോ മനുഷ്യനും ഈ ത്യാഗ ജീവിതത്തിൽ കൂടി മുന്നേറുന്ന ആളുകളാണ്. പടയാളികളെ പോലെ നമ്മളും ഭാഗ്യപരീക്ഷണത്തിന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മുടെ സ്വഭാവ ശൈലി അതാണ്. ആണിയും ചുറ്റികയുമായി നിന്നിരുന്ന അവസാന ക്രിസ്തുവിനെ വിദ്വേഷിച്ച ഒറ്റയ്ക്കായി ഓരോരുത്തരും തലവിട്ട് അവസാനം തലയോട്ടിടം വിട്ട മനുഷ്യനെ പോലെ നാം ജീവിതത്തിൽ ആയിത്തീരരുതെന്ന് രക്ഷകനായ ക്രിസ്തുവിന്റെ പാത രക്തത്തിൽ കൂടി ത്യജിക്കപ്പെട്ടതിൽ നിന്ന് മാത്രമാണെന്ന്. ക്രിസ്ത്യാനി എപ്പോഴും പീഡനങ്ങൾ യേശു ക്രിസ്തു നാമത്തെ ഏറ്റെടുക്കാൻ സന്തോഷമുള്ളവരായിരിക്കണമെന്നും നഷ്ടപ്പെട്ടുപോയ സഹനത മുഴുവൻ വീണ്ടെടുക്കാൻ ഈ ക്രൂശുമരണ ദിവസം ദുഃഖവെള്ളിയാഴ്ച നമുക്ക് അനുഗ്രഹമാക്കി തീർക്കാൻ ശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.